ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഉണ്ടാകേണ്ട സ്വഭാവപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളിൽ ഒരുപാട് നന്മകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിമീങ്ങളായി തുടരുന്നത്. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം തന്നെ തിരുത്തേണ്ടതായ, മാറ്റേണ്ടതായ സ്വഭാവ ദൂഷ്യങ്ങളും സ്വാഭാവികമായിട്ട് മനുഷ്യർ എന്നുള്ള നിലയിൽ ഉണ്ടാകും. അവ നമ്മളാൽ കഴിയുന്ന വേഗത്തിൽ അത് തിരുത്തുകയും ശരിയാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മുഅ്മിനായി മാറുക. കഴിഞ്ഞയാഴ്ച നമ്മൾ നമ്മളുടെ സ്വർഗത്തിന് തടസ്സമാകുന്ന വലിയ ഒരു തെറ്റായി അല്ലാഹ് പറഞ്ഞ അഹന്തയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. അതിന്റെ നേർ വിപരീതമാണ് ഒരാൾ അഹങ്കാരിയാകരുത്, അഹങ്കാരത്തിന്റെ സ്വഭാവം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ നേർ വിപരീതമാണ് ഇസ്ലാമിൽ തവാദുഅ. തവാദുഅ എന്ന് പറഞ്ഞാൽ വിനയമുള്ള സ്വഭാവം. ഒരു വിശ്വാസിയുടെ ജീവിതം എന്താകണം എന്ന ചോദ്യത്തിന് അയാൾ വിനയാന്വിതനായ ഒരാളാകണം എന്നതാണ് ഉത്തരം. എന്താകരുത് എന്നതിന്റെ ഉത്തരമാണ് അയാൾ അഹങ്കാരിയാകരുത് എങ്കിൽ എന്താകണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം അയാൾ തവാദുഉള്ള ആളാകണം എന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് സുപരിചിതമായ ആയത്തോതാം. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ അടിമകളെ കുറിച്ച് പറയുന്നിടത്ത് ഫഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഒരുപാട് സവിശേഷതകൾ അള്ളാഹു താഴേക്ക് എണ്ണി പറയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിമകൾ ഇവരാകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വഭാവങ്ങൾ അള്ളാഹ് എണ്ണി പറയുമ്പോൾ ആദ്യത്തെ വാക്കെന്താ അറിയും? ഒന്നാമത്തെ സവിശേഷത യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ വിനയാന്വിതരായിട്ടായിരിക്കും അവർ നടക്കുക. അതിനർത്ഥം എന്താ അറിഞ്ഞോങ്ങളെ? പെരുമാറ്റം, സംസാരം, ഇടപാടുകൾ, അവർ ആളുകളോടുള്ള ക്രയവിക്രയങ്ങൾ എല്ലാം പരമാവധി ജീവിതത്തിൽ തഖ്വയോടെ വിനയത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നവരാകുന്നു അവർ. ഇതൊരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് വിനയം കാണിക്കുക അല്ല, അയാളുടെ ജീവിതം വിനയാന്വിതനാവുക എന്നതാണ് ബേസ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പറയുന്നൊരു വാചകമുണ്ട്. ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുന്ന നമ്മളോട് നമ്മുടെ ഉമ്മാന്റെ ചോദ്യം, ഇന്നക്കും ലതഗ്ഫുലൂന അൻ അഫ്ളലിൽ ഇബാദാത്ത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്തിനെ പറ്റി പലപ്പോഴും നമ്മൾ അശ്രദ്ധരാണ്. അപ്പൊ ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കാരണം പടച്ചോന്റേക്കെന്ന് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ചില ഇബാദത്തിനെ പറ്റി നമ്മൾക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കൂലി അറിയില്ല, പടച്ചോൻ അതിന് വെച്ച ദറജ അറിയില്ല, അള്ളാഹു അതിന് വെച്ചിട്ടുള്ള പുണ്യങ്ങളെ കുറിച്ച് അത്രയൊന്നും ധാരണല്ല. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ഉമ്മ എങ്കിൽ ഏത് ഇബാദത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത്? അതിന് നമ്മുടെ ഉമ്മാന്റെ മറുപടി അത്തവാദുഅ,
ആൾക്കാരോട് ജീവിതത്തിൽ വിനയത്തോടുകൂടി പെരുമാറുക എന്നുള്ളതിന് അല്ലാഹ് വെച്ച കൂലി സാധാരണ ഇബാദത്തിന്റെ കൂലിയല്ല, അഫ്ളലിൽ ഇബാദാത്താണ്. നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, ദുആകൾ എന്നിവയെ പോലെ അതിലേറ്റവും ശ്രേഷ്ഠമായ പദവിയിലെത്തുന്ന ഇബാദത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആൾക്കാരോട് കാണിക്കുന്ന വിനയത്തോടുകൂടിയുള്ള സ്വഭാവം. എന്താ വിനയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെഫിനിഷൻ പറയാം. ഏറ്റവും ലളിതമായിട്ട് പറയണം എന്താ അറിയോ? എല്ലാ മനുഷ്യരെയും അവരുടെ ജീവിതത്തിലെ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ അവരുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത കഴിവിന്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കാണാതെയുള്ള പെരുമാറ്റം, ഇതാണ് വിനയം. വിനയം എന്ന് പറഞ്ഞാൽ ഒരാൾ കുമ്പിട്ടിങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ആൾക്കാരോട് വളരെ ഒന്നല്ല, അതൊക്കെ അതിന്റെ ഭാഗമാണ്. വിനയം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ വേർതിരിവില്ലാതെ ഇടപെടുവാനും സംസാരിക്കുവാനും സേവനം ചെയ്യുവാനും ആദരിക്കുവാനുമുള്ള മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും പേരാണ് തവാദു. വിനയം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ആ വിനയം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അവിടെയാണ് കിബർ വരിക. നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകണം, എപ്പോഴാണ് വിനയം നഷ്ടപ്പെടുക അവിടെ കിബർ വരും. നമ്മൾ പലപ്പോഴും കേട്ടൊരു ഹദീസ് ഉണ്ട്, പക്ഷെ ആ ഹദീസിന്റെ ആശയം എത്രമാത്രം ആലോചിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എല്ലാവർക്കും അറിയട്ടോ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി, ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ. എന്നിട്ട് നബി ഒരു വാക്ക് പറയട്ടോ, ആ വാക്ക് നമ്മൾ ഒഴിവാക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്ക് മിൻ കിബിരിൻ, ഒരാളുടെ ഹൃദയത്തിൽ കിബർ ഉണ്ടായാൽ അയാൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കൂല. അവിടെ പ്രയോഗം അല്ല പ്രയോഗിക്കുന്നുണ്ട്, റസൂല പ്രയോഗിക്കുന്നുണ്ട്. അതെന്താണ്? ഒരാളുടെ ഹൃദയം മുഴുവൻ കിബർ ഉണ്ടായാൽ അയാൾക്ക് സ്വർഗം കിട്ടൂല എന്നാണോ? ഒരാളുടെ ഹൃദയത്തിന്റെ മുക്കാൽ ഭാഗവും കിബർ ഉണ്ടായാൽ അയാൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കൂല എന്നാണോ? ഒരാളുടെ ഹൃദയത്തിന്റെ പകുതി ഭാഗവും കിബർ ഉണ്ടായാൽ കൊടുക്കൂല എന്നാണോ? അല്ല. മിസ്ഖാല ദർറത്തിൻ മിൻ കിബിരിൻ, ഒരാളുടെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം കിബർ ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടൂല. ഇങ്ങനത്തെ ഒരു ഹദീസ് ഇല്ല വേറെ. ശരിക്കും നമ്മൾ അറിയണം, ഇങ്ങനെ ഒരു ദുഷ്പ്രവർത്തനമായി അഖ്ലാഖുൻ സയ്യിഅ, ചീത്ത സ്വഭാവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് ഇല്ല. ഒരാളുടെ ഹൃദയത്തിൽ കടുകുമണിയോളം കിബർ ഉണ്ടെങ്കിലും അയാൾക്ക് സ്വർഗം കിട്ടൂല എന്ന് പറയണമെങ്കിൽ നിസ്സാരമായ പ്രശ്നമല്ലല്ലോ, അല്ലല്ലോ. അമലുകളുടെ തൂക്കം, തിന്മകളുടെ തൂക്കം വർദ്ധിച്ചാലാണ് നരകത്ത് പോകുക പറഞ്ഞ്. പക്ഷേ കിബർ ഹൃദയത്തിന്റെ മുക്കാൽ ഭാഗം ഉണ്ടെങ്കിൽ നരകത്ത് പോകുന്നല്ല പറഞ്ഞ്. അവനാന്റെ ഹൃദയം മുഴുവൻ കിബർ കൊണ്ട് മൂടിയാൽ നരകത്ത് പോകുന്നല്ല പറഞ്ഞത്. ഒരാളുടെ ഹൃദയത്തിൽ അണുമണി തൂക്കം കിബർ ഉണ്ടെങ്കിൽ ആ കിബർ എന്താ? കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, എന്താണ്? അലൈക്കും അൻഫുസക്കും, ഞാൻ തിരക്കടില്ല എന്ന് എനിക്ക് തോന്നുക. നമ്മളെ പറ്റി ആലോചിക്കണ സോങ്ങളെ, ഞാൻ സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ, ഞാനും എന്റെ കുടുംബവും സംഭവമാണെന്ന് തോന്നുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടെങ്കിൽ ആരാധനകൾ സ്വീകരിക്കപ്പെടൂല. ഇതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടല്ലാതെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടൂല. ഇതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടല്ലാതെ പടച്ചോന്റെ തൃപ്തി കിട്ടൂല. ഇതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടല്ലാതെ. എന്തുകൊണ്ടായിരിക്കും അത്ര ഗൗരവം കിബറിന് വന്നറിയോ? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയത്തെ പൊളിക്കാതെ ഒരാളുടെ ഹൃദയത്തിൽ കിബർ വരൂല. വിനയം പോയിട്ട് കിബർ വരണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയം പൊളിയണം. അതേതാ അറിയോ? മനുഷ്യന്മാരെല്ലാവരും ഒന്നാണെന്നുള്ള ഇസ്ലാമിന്റെ ആശയം പൊളിയാതെ ഒരാളുടെ ഹൃദയത്തിൽ കിബർ വരൂല. ഇസ്ലാമിന്റെ ആശയം എന്താ അറിയോ? അന്നാസു മുസ്തവൂൻ, ജനങ്ങളെല്ലാവരും ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, ഇരിക്കണ ഓരോരുത്തരും ഒരൊറ്റ വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ്. ലാ ഫളൽ അറബിയിൻ വലാ അജമിയിൻ വലാ ലിയബിയല്ല വലാ ലിഅസ്വദ് ഇല്ലാ ബിത്തഖ്വ, കറുത്തവൻ വെളുത്തവൻ, പണക്കാരൻ പൈസക്കാരൻ, കടമുള്ളവൻ കടമില്ലാത്തവൻ, മുതലാളി തൊഴിലാളി, മക്കയിൽ ജനിച്ചവൻ ഇവിടെ നാട്ടിൽ ജനിച്ചവൻ, ഇവർ തമ്മിൽ ജനനത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, മക്കളുടെ വലിപ്പത്തരത്തിന്റെ പേരിൽ, കല്യാണത്തിന്റെ ആർഭാടത്തിന്റെ പേരിൽ, വണ്ടിയുടെ കമ്പനിയുടെ പേരിൽ, ജോലിയുടെ പേരിൽ ഒരു വ്യത്യാസവും അള്ളാന്റെ അടുക്കലില്ല, നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. ആദരിക്കപ്പെടേണ്ടവരുണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടവരുണ്ട്. പക്ഷേ ജനനത്തിന്റെ, പണത്തിന്റെ, നിറത്തിന്റെ, രാഷ്ട്രത്തിന്റെ പേരിൽ ഒരു വ്യത്യാസവും പാടില്ല. ഇത് നമ്മൾ ആരോട് പറയറിയോ? അങ്ങാടിയിൽ പോയിട്ട് ഇസ്ലാമിന്റെ പ്രത്യേകതയായിട്ട് പറയും. എന്നിട്ട് പറയും, ഹറമിലേക്ക് നോക്കൂ, കറുത്തവനും വെളുത്തവനും. നിങ്ങൾ പള്ളിയിലേക്ക് നോക്കൂ, ചെറിയ കുട്ടിയാണ് ഇമാം, മുതിർന്നവർ പിന്നിൽ നിൽക്കുന്നു. നിങ്ങൾ നിസ്കരിക്കുന്ന ആളുകളെ നോക്കൂ, ഒരാളുടെ കാലിന്റെ താഴെയാണ് മറ്റാളുടെ നെറ്റി. അവനാന്റെ ജീവിതത്തിലെ സഹോദരങ്ങളെ, അവനാന്റെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അവനാന്റെ ജീവിതത്തിൽ നമ്മൾ ആളുകളെ സമ്പത്തിന്റെ പേരിൽ ആദരിക്കുന്നതിൽ വ്യത്യാസം കാണിക്കുന്നു. നമ്മൾ
ഒരാളുടെ അങ്ങട്ട് പോയിട്ട് സലാം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാനട്ടോ, ഒരാളുടെ അങ്ങട്ട് പോയിട്ട് സലാം പറയുന്നു, അയാൾ പൈസക്കാരനാണെങ്കിൽ, പാവപ്പെട്ടവനാണെങ്കിൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കുന്നു. പാവപ്പെട്ടവനോട് അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞാൽ നമുക്ക് നിർബന്ധമല്ല. എന്തേ കാരണം? അവൻ രണ്ടാം നിര പൗരനായി അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അതിന്റെ പേരാണ് മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ. മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എടാ ഈ ഒരു കവറ് പിടിക്കോ എന്നൊരാൾ ചോദിക്കുമ്പം അയാൾ ഈ നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരാളാണെങ്കിൽ ഒരു വൈമനസ്യവും ഇല്ലാതെ അയാളുടെ കവർ നമ്മൾ ഒരു മിനിറ്റിന് പിടിച്ചെടുക്കുന്നു. ചിലപ്പോൾ ഷൂസ് ഇടാനായിരിക്കും, തുണിയെടുക്കാനായിരിക്കും, ആ കവർ പിടിച്ചെടുക്കണു. എന്നാൽ ഈ നാട്ടിലെ ദരിദ്രനായ സാധുവായ ഒരാൾ എടാ ഞാൻ ഈ തുണി ഒന്ന് എടുക്കട്ടെ, ഈ കവർ പിടിച്ചു പറയുമ്പം അവിടെ സൈഡ് കൊണ്ടുപോയി വെച്ചോളൂ എന്ന് പറയുമ്പം ഇതിനിടയിൽ ഒരു വ്യത്യാസമല്ലേ? ഈ വ്യത്യാസത്തിന്റെ മാനദണ്ഡം എന്താ? കണ്ണിന്റെ വ്യത്യാസ ആണോ? മൂക്കിന്റെ വ്യത്യാസ അല്ല. അള്ളാന്റെ വ്യത്യാസ അല്ല. നമ്മൾ ഉണ്ടാക്കിയ വ്യത്യാസം, പണത്തിന്റെ വ്യത്യാസം, അധികാരത്തിന്റെ വ്യത്യാസം. ആ വ്യത്യാസത്തിന്റെ പേരാണ് കിബിർ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഹദീസ് ഒന്ന് വായിച്ചു നോക്കി നമ്മളുമായി ബന്ധപ്പെടുത്തിയിട്ട്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തൻ മിൻ കിബ്രിൻ. ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിക്ക് വന്നാൽ ഇതാണ് ദീന്. ആ ദീനിക്ക് നമ്മളെ കുട്ടികൾ ഇറങ്ങണം, വിനയാന്വിതരാവണം. വിനയാന്വിതരാകുന്ന ആളുകൾ, സഹോദരങ്ങളെ, നബിന്റെ ഒരു ഹദീസ് ഉണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മുഴുവൻ ചിന്തകളെയും അള്ളാഹു ശരിക്ക് ദൂരീകരിച്ചതാണ്. പ്രവാചകന്റെ വാക്കെന്തറിയോ? മൻ തവാളഅ ലില്ലാഹ്. ഒരാൾ ജീവിതത്തിൽ, പെരുമാറ്റത്തിൽ, ആളുകളുള്ള സംസാരത്തിൽ, കല്യാണത്തിന് ക്ഷണിക്കുന്നതിൽ, പെരുമാറുന്നതിൽ, സലാം പറയുന്നതിൽ, എല്ലാത്തിലും ഒരാൾ വിനയാന്വിതരായാൽ, ആൾക്കാർക്കിടയിൽ വ്യത്യാസം കാണിക്കാതിരുന്നാൽ എങ്കിൽ പടച്ചോൻ എന്താ അറിയോ? റഫഅഹുല്ലാഹ്, അള്ളാഹു അയാൾ ഉയർത്തും. നബി പറഞ്ഞൊരു മാർഗം ദർശനം, അള്ളാഹ് പറഞ്ഞ മാർഗം. ഒരു വിശ്വാസി അവിശ്വാസിയും തമ്മിൽ ജീവിതത്തിൽ സ്വഭാവത്തിലുണ്ടാണ് വ്യത്യാസപ്പെട്ട് എന്താ പറഞ്ഞോ? വിശ്വാസിയുടെ മനസ്സിൽ അയാൾ എന്നും ചെറുതായിരിക്കും. വിശ്വാസിയുടെ മനസ്സിൽ അയാൾ എന്നും പടച്ചോനെ എന്റെ ഇബാദത്തോണ്ട് ഏതായാലും സ്വർഗം കിട്ടുമല്ലോ, പിന്നെ ഞാനവിടെ കിബിർ കാട്ടാൻ വേണ്ടി, പടച്ചോനെ ഈ പൈസ അള്ള തന്നതാണല്ലോ, ഇതെങ്ങാനും 4 യുദ്ധം ഒന്നിച്ചുണ്ടായി എന്റെ കയ്യിൽ നിന്ന് പോകുമല്ലോ, പടച്ചോനെ കിബറാട്ടാൻ വേണ്ടി എന്റെ കയ്യിൽ എന്താ ഉള്ളത്? പടച്ചോൻ എന്റെ കുട്ടികൾപ്പുണ്ട്, അൽഹംദുലില്ലാ. അവരുടെ ജീവിതത്തിൽ എങ്ങാനും ഒരു അസുഖമായി പരീക്ഷണം വന്ന് മലമൂത്ര വിസർജനം നടക്കുമ്പോ ബ്ലഡ് വന്ന കഴിഞ്ഞല്ല പടച്ചോനെ. അള്ളാഹുവേ പടച്ചോനെ ഒക്കെ നീ തന്നതാണ് പടച്ചോനെ. ഞാൻ അതിന്റെ പേരിൽ കിബിർ കാട്ടാനോ വർത്താനം പറയാനോ താഴ്ത്തിക്കെട്ടാനോ ഒരാളെ താഴെയാണെന്ന് വിശ്വസിപ്പിക്കാനോ പടച്ചോനെ എനിക്ക് അധികാരമില്ലല്ലോ. അയാളുടെ മനസ്സിൽ അയാൾ എന്നും ചെറുതാവും. പക്ഷെ റസൂലുള്ളാഹിന്റെ വാക്കെന്തറിയോ? പക്ഷെ അള്ളാഹു അയാളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും. എന്താ തെളിവ് സഹോദരങ്ങളെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ ഒരു ഭാഗ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കണ്ടോ, നബി ആ നാട്ടിലെ ബാപ്പല്ല, പള്ളിക്കത്തെ ഇമാമല്ല, പള്ളിക്കത്തെ ഇമാമ് മാത്രമല്ല നബി, ആ നാട്ടിന്റെ ഭരണാധികാരിയാ നബി. ഏത് പഞ്ചായത്തിന്റെ അല്ല, ജില്ലന്റെ അല്ല, ആ നാടിന്റെ ഒരു രാജ്യത്തിന്റെ തലവനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാജ്യത്തിന്റെ ഭരണാധികാരി. ആ ഭരണാധികാരിയെ കാണാൻ മറു രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അവർ പറഞ്ഞ വാക്കാ പറയണ് കല്ല. അല്ലാഹ് എന്താ അവർ പറഞ്ഞ വാചകം? ഫയജീഉൽ ഗരീബ് ഫലാ യദ്രി അയ്യുഹും ഹുവ. നബിങ്ങനെ സഹാബാക്കളെ കൂട്ടത്തിൽ ഇരിക്കും. വന്ന ആൾക്കാരേക്കും എവിടെയാണ് മുഹമ്മദ് എന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരി? അപ്പൊ സഹാബാക്കൾ പറയും ഇതാണ്. ഏത്? നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ആളോ? ഈ നാട്ടിലുള്ള സാധാരണ പ്രജകളുടെ കൂടെ ഇരിക്കുന്ന ഒരു നേതാവിനെ, ഒരു ഭരണാധികാരിയെ, ഒരു രാജാവിനെ ജീവിതത്തിൽ അവർ സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞ വാക്കാൻ ഫലാ യദ്രി അയ്യുഹും ഹുവ. നബി ഏതാന്നറിയില്ല. കാരണം എന്താ അറിയോ? നബിക്ക് വേറെയിട്ട് ഞാനൊരു മൗലവിയാണ്, ഞാൻ ഈ നാട്ടിലെ അങ്ങനെ ഡ്രസ്സൊന്നുമില്ല. നമ്മൾ പുതിയ കാലഘട്ട രാജ്യത്തിന്റെ നിയമം ഉണ്ടാവട്ടോ, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം എന്ത് ചെയ്തിലറിയോ? ഞാൻ നിങ്ങളെപ്പോലെ ലോക്കലായി നടക്കാൻ പാടില്ലടാ. നിങ്ങളൊപ്പം ഞാൻ നടന്നാൽ ഇന്ന ആൾക്കാർ ബഹുമാനിക്കൂലടാ. നിങ്ങളൊപ്പം ഞാൻ നടന്നാൽ ഞാൻ 2ാം നിലയാകൂടാ. നബി ഒരിക്കൽ പോലും പറഞ്ഞില്ല. പ്രവാചകനെ സഹാബാക്കളുടെ കൂടെ നബി നടന്നു, സഹാബാക്കളുടെ കൂടെ പ്രവാചകൻ ജീവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കറിയില്ലേ, പ്രവാചകൻ എല്ലാവരുടെയും ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പുതിയതായി ഇസ്ലാമിലേക്ക് വന്ന ഒരാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയട്ടോ, സന്തോഷം കൊണ്ട് പറയാൻ. ഇങ്ങനെയാണ്
എന്താ യാ സയ്യിദുന, പ്രവാചകനെ പറ്റി അദ്ദേഹം പറയാൻ, അന്ന റജുലൻ ഖാല ലിന്നബി, നബിയെ പറ്റി പറ, യാ സയ്യിദുന ഞങ്ങളുടെ നേതാവേ, വ ഇബ്നു സയ്യിദിന ഞങ്ങളുടെ നേതാവിന്റെ മോനെ, വയാ ഖൈറന ഞങ്ങളുടെ എല്ലാ ഖൈറേ, വ ഇബ്നു ഖൈറന എല്ലാ ഖൈറിന്റെയും മകനെ. സോളെ നബി എന്താ ചെയ്യേണ്ടത്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സയ്യിദാണ്, ഞാൻ ഖൈറൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വാക്ക് എന്താ അറിയോ? ഒന്നാമത്തെ വാക്ക് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിർത്തൂ, നിർത്തൂ. ഖൂലൂ ബിഖൗലിക്കും, നിങ്ങൾക്ക് ഇഷ്ടമല്ലോ പറഞ്ഞോളൂട്ടോ, പക്ഷെ ഒരു കാര്യം, വലാ യസ്തഹ്വിയന്നകും ശൈത്വാൻ, ശൈത്താൻ നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ. എന്നിട്ട് നബി പറഞ്ഞ വാചകൻ, നബിയുടെ ജീവിതത്തിൽ പറയണം, അന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്, വറസൂലുള്ളാഹ് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. കഴിഞ്ഞില്ല, വല്ലാഹി മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മാ റഫഅനി അല്ലാഹ്, അല്ലാഹ്നെ പറ്റി പറഞ്ഞതിന്റെ മുകളിൽ നിങ്ങൾ ഉയർത്തണ്ടട്ടോ. എന്നിട്ടാണ് നബി നേരത്തെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞ പോലെ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഇറച്ചി വെയിലത്തിട്ട് വീണ്ടും ഉണക്കി അത് കഴിക്കുന്ന ആമിനയുടെ മകൻ മുഹമ്മദാണ് ഞാൻ, അതിനപ്പുറങ്ങൾ ഇന്നെ പറയണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ആൾക്കാർ വന്നിട്ട് ഭക്ഷണത്തിന് വിളിക്കും. അവൻ വിളിച്ചിട്ട് ഒരു പാവൈകാരം, പച്ച പാവൈകാരം, നബി പെരീക്ക് വരാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിളിക്കാൻ. അപ്പൊ കുറഞ്ഞ ഭക്ഷണം, ഇപ്പൊ സഹാബാക്കൾ ചില ആൾക്കാർ എന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഈ എന്താ ഓല പെരീക്കൊന്നും അങ്ങനെ പോകാൻ നിൽക്കണം, കാരണം ഒന്നും ഉണ്ടാവില്ല, ഓല് വെറുതെ ഒരു അതിർപ്പത്തിന് വിളിക്കണീനൊക്കെ നിങ്ങൾ ഈ നാട്ടിലെ ഞങ്ങളെ ഖതീബല്ലേ, വലിയ ആളല്ലേ, അപ്പൊ നിങ്ങൾ അതിന് പോകാൻ പറ്റുമോ? സഹോദരങ്ങളെ, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹിന്റെ വാക്ക്, ലൗ ദുഈതു ഇലാ ദിറാഇൻ ഔ ഖുറാഇൻ ലഅജബ്തു, ഇന്ന ഒരാൾ ക്ഷണിക്കുകയാണ്, അയാൾ അവിടെ വെറും എല്ല് മാത്രം, കയ്യിന്റെ ഭാഗത്ത് എല്ലും കാലിന്റെ ഭാഗത്ത് എല്ലോ അവിടെ ഉള്ളൂ എങ്കിലും ലാജബ്തു ഞാൻ പോകും. പോകാതൊക്കെ മാത്രം എനിക്ക് ഞാൻ സംഭവമായിട്ട് തോന്നണ്ടേ? നിങ്ങൾ പറയണത് ഞാൻ സംഭവമാണ് എനിക്ക് തോന്നണ്ടേ? ഞാൻ സംഭവമല്ല, ഞാൻ അതിന് മാത്രം നിങ്ങൾ പറയുന്ന ആളല്ല, ഞാൻ അള്ളാഹുവിന്റെ അള്ളാഹ് തന്ന ഔദാരിയാണ്, പടച്ചോന്ന ഔദാരിയാണ്, ഞാൻ ആര് വിളിച്ചാലും പോകും. എന്നിട്ട് നബിയുടെ വാക്ക്, അതവർ ഒരു ഹദിയയായിട്ട് തരണമെങ്കിൽ അതും ഞാൻ സ്വീകരിക്കും. പ്രവാചകന്റെ മനസ്സിൽ നബി ആരറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരുമല്ല കൂട്ടരെ, ഞാൻ ആരുമല്ല, ഞാൻ കിബർ കാട്ടാനൊന്നുമില്ല, ഞാൻ നിങ്ങൾക്കിടയിൽ ഒന്നുമല്ല, ഞാൻ അള്ളാഹു എന്നെ ആദരിച്ചുന്നേ ഉള്ളൂ, ഞാൻ പ്രവാചകനാണ്, ബാക്കിയൊന്നുമല്ല. പ്രവാചകൻ നബിനെ പറ്റി സ്വന്തം ഞാൻ ഒന്നുമല്ല എന്ന് വിചാരിച്ചു. അല്ലാഹ് എന്താ ഇതറിയോ? വറഫഅനാ ലക ദിക്റക്, ആ പ്രവാചകനെ ലോകത്ത് മുഴുവൻ ഇന്ന് വരെ കാണാത്ത വിധം അഷ്റഫുൽ ഖൽഖിനെ ഉയർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തൊരു സെക്കൻഡ് പോലും നബിന്റെ പേരില്ലാതെ പോണില്ല. നിസ്കരിക്കണ ഓരോ നിസ്കാരം ലോകത്തെ 24 മണിക്കൂറിലും ഇന്ന് കാണുന്ന മുഴുവൻ രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ നിസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ പേര് പറയും. ബാങ്കിൽ, ഇഖാമത്തിൽ, സ്വലാത്തിൽ, സലാമിൽ മുഴുവനും പ്രവാചകൻ, തവാഫിൽ മുഴുവൻ, ഖുർആൻ ഓതുമ്പോൾ പ്രവാചകൻ, ജീവിതത്തിൽ എവിടെ കഥക്കാറുകൾ ചൊല്ലുമ്പോൾ പ്രവാചകൻ, പള്ളിയിലേക്ക് കയറിയാൽ പ്രവാചകൻ, ഖുർആൻ എടുത്താൽ പ്രവാചകൻ, ബാങ്കിൽ പ്രവാചകൻ, നിക്കാഹ് ഖുത്ബയിൽ പ്രവാചകൻ, ജുമാ ഖുത്ബയിൽ പ്രവാചകൻ, മുഴുവനും വറഫഅനാ ലക ദിക്റക്. പ്രവാചകന്റെ മനസ്സിൽ പ്രവാചകൻ ചെറുതായി, അള്ളാഹു പ്രവാചകനെ വലുതാക്കി. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതാണ് മുസ്ലിമിന്റെ വ്യക്തിത്വം. ഉടനെ ഹദീസിന്റെ ബാക്കി എന്താ റസൂലേ? ഹദീസിന്റെ ബാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കുണ്ടാകേണ്ട സ്വഭാവത്തെ പറ്റി നബി പറഞ്ഞുതരാൻ. വമൻ തകബ്ബറ ഖസമഹുല്ലാഹ്, ആരെങ്കിലും ഞാൻ സംഭവമാണ് എന്ന് തോന്നിയാൽ അവന് അല്ലാഹ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ? ഫഹുവ ഫീ നഫ്സിഹി അളീമുൻ വഫീ അയുനിൻ നാസി സഗീർ. ഓന്റെ മനസ്സിലോ സംഭവിക്കാനും മനുഷ്യന്മാർക്കടിയിൽ അള്ളാഹു അയാളെ ചെറുതാക്കും. കാണുമ്പോൾ ചിലപ്പോൾ മുണ്ടൊക്കെ അയച്ചിടും, ഇങ്ങോട്ട് പോയാ പറയും എന്താലേ ഓനൊക്കെ 2 കായിട്ടേപ്പോ ഇവിടെ അടക്കി ഭരിക്കാൻ, ഓനൊക്കെ എന്തൊരു അൽപ്പനാലേ എന്ന് ജനങ്ങൾക്കിടയിൽ പടച്ചുണ്ടാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി. നബിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ അബൂജഹൽ ഉണ്ടായില്ലേ? അബൂജഹല് ഇസ്ലാമക്ക് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കാരണത്തിന്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ? മുഹമ്മദേ, എടാ എന്റെ ഒപ്പം ഞങ്ങൾ വരുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷെ ബിലാല്, അമ്മാർ, യാസർ, കാലില്ലാത്ത ഉമ്മു അമ്മാറ, കണ്ണില്ലാത്ത അബ്ദുല്ലാഹിൻ മക്തൂം, ഇങ്ങനത്തെ കുറെ ആൾക്കാര്, ഞങ്ങളുടെ തറവാട്ടാര്, പൈസക്കാര്, നാട്ടിലെ കെടികടാമാര്, ഞങ്ങളെ ആ നാട്ടിലെ ആൾക്കാർക്ക് ആദരിക്കണോല്, എല്ലാ ഉദ്ഘാടനത്തിനും വിളിക്കണോല്, ഞങ്ങളില്ലാതെ എന്ത് ദീന്, എന്ത് ഇസ്ലാം?
നീ അവരെ ഒഴിവാക്ക്, ഞങ്ങളെ സ്വീകരിക്ക്, എങ്കിൽ ഈ നാട് മൊത്തം മാറും. സഹോദരങ്ങളെ, ആ അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ഈ നാട് മൊത്തം ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞത് അബൂജഹലിനെ കണ്ടിട്ടാ ആണോ? ചിത്രം കണ്ടിട്ടാ ആണോ? സഹോദരങ്ങളെ, കുടുംബക്കാരെ കണ്ടിട്ടാ അല്ല. പിന്നെ ഞാൻ സംഭവമാണെന്ന് അബൂജഹലിന് തോന്നി, അള്ളാഹ് ചെറുതാക്കി. ഇതെന്തിനാ നമുക്ക് പറഞ്ഞെന്ന്? എന്തിനാ ഞങ്ങളെ പറഞ്ഞെന്ന്? അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടുമ്പം നമ്മുടെ മനസ്സിൽ നബി പറഞ്ഞ പോലെ ഉണ്ടാണ്ട്, പടച്ചോനെ എനിക്ക് തറവാട് വക അൽഹംദുലില്ലാ പൈസ ഉണ്ട്, അല്ലെങ്കിൽ കുടുംബമുണ്ട്, അൽഹംദുലില്ലാ റഹ്മാനായ നാഥ നിന്റെ ഔദാര്യ പടച്ചോനെ, നിന്റെ കുട്ടിക്ക് നല്ല കല്യാണം, അൽഹംദുലില്ലാ പടച്ചോനെ നിന്റെ ഔദാര്യ പടച്ചോനെ, അള്ളാഹുവേ ഇതിൽ കിബറാട്ടാനോ അതിന്റെ പേരിൽ ആൾക്കാരോട് രണ്ടായിട്ട് പെരുമാറാനോ പടച്ചോനെ തോന്നിപ്പിക്കല്ല നാഥ, അതിന്റെ പരാജയാണ്. അള്ളാഹു ആളുകൾക്കിടയിൽ നമ്മളെ ഉയർത്തും. നിങ്ങൾ ആലോചിക്കും, നമ്മുടെ കേരളക്കരയിൽ എത്ര പണ്ഡിതന്മാർ ജീവിച്ചുപോയി. തഫ്സീർ എഴുതിയവർ, ഗ്രന്ഥം എഴുതിയവർ, തൗഹീദിന്റെ ബുക്ക് എഴുതിയവർ, ആരടിയിൽ ഒരു ഒച്ചമുള്ളി ഉണ്ടാക്കിയില്ല. ഗ്രന്ഥം എഴുതി സാധുക്കളെ പോലെ നടന്നു, കിട്ടിയ ഭക്ഷണം കഴിച്ച് ജീവിച്ചു. ആയിരക്കണക്കിന് സാധുക്കൾ അവർ മരിച്ചുപോയിട്ടും ഇന്നവിടെ പാതിരാ പ്രാർത്ഥനകളിൽ എത്രയോ പണ്ഡിതന്മാരുണ്ടായി. എന്തുകൊണ്ടാ സോങ്ങളെ? ഓലാരമുള്ള ഒച്ചമുള്ളിട്ടില്ല. എന്നാൽ ഓല കാലത്ത് ജീവിച്ച നാട്ടിലെ വലിയ റൗഡിയാളക്കല്ലേനെയോ നാട് ഭരിച്ചോല് ഓൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്തേ കാരണം? ആൾക്കാരെ മനസ്സിൽ പടച്ചോൻ ചെറുതാക്കും. നമ്മൾ ശരിക്കും അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ? അള്ളാഹിന്റെ നിഅമത്ത് കിട്ടുമ്പം ഇത് ഓർക്കണം എപ്പോഴും. ഇപ്പൊ നമുക്കുണ്ടെങ്കിൽ ഇപ്പോഴും ഓർക്കണം, ഞാൻ കിബിറ് കാണിക്കണ്ടോ തവാദുഅ കാണിക്കണ്ടോ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിബിറ് വരല് നിഅമത്ത് കൂടുമ്പോഴാണ്. പൈസ, ഖുർആന്റെ വാക്കെന്താ അറിയോ? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അർറഹാ ഉസ്തഗ്ന. പൈസ ഉണ്ടാകുമ്പോ ആദ്യം തുടങ്ങുക കിബിറാണ്. നിങ്ങൾ ആലോചിക്കും, നമ്മളെ എണ്ണട്ടോ, ഫിറഔന്, ഹാമാന്, ഖാറൂന്, ഇവർക്കൊക്കെ എന്താ പിഴവ് പറ്റിയ? ഇബ്ലീസ് അടക്കം എന്താ പിഴവ് പറ്റിയ? പൈസ ഉണ്ടായതാ പ്രശ്നമല്ല, പൈസയും അധികാരം ഉണ്ടായപ്പോ കിബിറുണ്ടായി. മൂന്നാളെണ്ണിക്കോളി. പൈസയും അധികാരം ഉണ്ടായപ്പോ കിബിറുണ്ടായി. പൈസ അധികാരത്തിനല്ല പ്രശ്നം, അതുണ്ടായപ്പം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അർറഹാ ഉസ്തഗ്ന. പിന്നെന്തായി അറിയോ? ബാക്കിയുള്ളവരൊക്കെ താഴത്തേക്കായി. ഞാൻ പറഞ്ഞ കേൾക്കണ്ടോലായി, ഇന്ന മാത്രം ആദരിക്കണ്ടോലായി, ആൾക്കാർക്കിടയിൽ വേർതിരിവുണ്ടായി. സഹോദരങ്ങളെ, പുതിയ തലമുറയോടുകൂടി പറയാൻ, കിബറിന്റെ ചെറിയൊരു ലാഞ്ചന പോലും പ്രവാചകൻ പഠിപ്പിച്ചിട്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ദുനിയാവ് മരിച്ചുപോയത്. ഒരാൾ നല്ല വസ്ത്രം ധരിക്കുക ഇസ്ലാമിൽ സുന്നത്തല്ലേ? ആണ്, പുണ്യാണ്. മുടി നന്നായി ചീകി വെക്കുക പുണ്യല്ലേ? ആണ്. എങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്കിട്ടോ, നബിക്കാരനൊരു ഒരു വ്യക്തിനെ പറ്റി നബി പറഞ്ഞു തരാൻ. നബി സഹാബാക്കൾ ഇരിക്കുകയാണ്. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചു, മുടി നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷേ പ്രവാചകൻ അദ്ദേഹത്തെ പറ്റി പറയാൻ, ഇത് ഖസഫല്ലാഹു ബിഹി, അയാളെ അള്ളാഹു തകർക്കും. എനിക്ക് വഹി കിട്ടിയിക്കണ്, അയാൾ അള്ളാഹു തകർക്കും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് മുടി ഇങ്ങനെ ചീകിയിട്ട് വൃത്തിയായിട്ട് നടക്കുന്ന ഒരാൾ എന്തിനാണ് തകർക്കണ്? നബി പറഞ്ഞ വാക്കെന്താ അറിയോ? തുഅജിബുഹു നഫ്സഹു, അയാൾ അതിന്റെ പേരിൽ അഹങ്കാരത്തോടുകൂടി ആൾക്കാർക്കിടയിൽ പെരുമാറുന്ന ഞാൻ കണ്ടിക്കണ്. എന്താ അറിയോ യുവാക്കളെ പറയണത്? നമ്മുടെ നാട്ടിൽ പുതിയൊരു ട്രെൻഡ് ഉണ്ട്. എന്താ ട്രെൻഡ് അറിയോ? വില കൂടിയ വസ്തുക്കളും ബ്രാൻഡ് സാധനങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നതിന്റെ മാനദണ്ഡം ആളുകൾക്കിടയിൽ ഉന്നതനും താഴെയുള്ളവനുമാണ് എന്നൊരു സിദ്ധാന്തം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ബിസിനസ് ക്ലാസ്സുകളിലുമൊക്കെ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ബ്രാൻഡ് സാധനം ഉപയോഗിക്കാം, അയാൾ എത്രയോ കാലം ഉപയോഗിക്കാം, എന്താ പ്രശ്നം? അയാൾക്ക് കംഫർട്ട് അതാണ്, അയാൾക്ക് ശീലം അതാണ്, അയാൾക്ക് ഇഷ്ടം അതാണ്, ഒക്കെ ഉപയോഗിക്കാം. അവനാന്റെ സമ്പത്തനുസരിച്ച് ഏത് ബ്രാൻഡ് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ എന്തിനാ ബ്രാൻഡ് ഉപയോഗിക്കുന്നത്? അതിന്റെ ഒരു താല്പര്യമാണ്, എന്റെ ഇഷ്ടമാണ്. പക്ഷെ എന്താ നിങ്ങൾ ഉപയോഗിക്കണോന്? ഈ ബ്രാൻഡ് ഉപയോഗിക്കണം. ബ്രാൻഡ് അനുസരിച്ച് ആൾക്കാരെ കാറ്റഗറി ചെയ്യുക. ബ്രാൻഡ് എടുക്കാൻ കഴിയാത്തതിന് ഓൻ ലോക്കലാകുക. യുവാക്കൾക്കിടയിൽ ട്രെൻഡാണ്. എന്തെന്നറിയോ? ഞാൻ ബ്രാൻഡഡ് ഉപയോഗിക്കുള്ളൂ. ശരി, ബ്രാൻഡഡ് ഉപയോഗിച്ചോളൂ, പക്ഷെ ബ്രാൻഡഡ് മാത്രം ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ മനസ്സെന്താ അറിയോ? അതുകൊണ്ട് ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ ദറജ കൂടി. അതിന്റെ പേരാണ് കിബിർ, അതിന്റെ പേരാണ് ശൈത്വാനിയത്ത്. അതാണ് അബൂജഹൽ ഉണ്ടായത്, അതാണ് ഫിറഔൻ ഉണ്ടായത്, അതാണ് ഹാമാൻ ഉണ്ടായത്. അത് നബി പഠിപ്പിച്ചതിന്റെ ഓപ്പോസിറ്റാണ്. അപ്പൊ എന്താ അറിയോ? ബ്രാൻഡ് വാങ്ങാൻ കഴിയാത്തവനൊക്കെ ലോക്കല്. ആരാണ് ലോക്കല് വിടുക? ബിലാൽ റളിയല്ലാഹു അൻഹു ലോക്കല്, മുഹമ്മദ് നബി ലോക്കല്, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ ലോക്കല്. ആരാ ബ്രാൻഡഡ്? അബൂജഹൽ, ഫിറഔൻ, ഹാമാൻ ഒക്കെ ബ്രാൻഡഡ്. ചിന്തിക്കരുത് ദയവേത്. നമ്മൾ മനസ്സിൽ ഇൻജക്ട് ചെയ്യാണ്. നിങ്ങൾ ബിസിനസ് എന്റർപ്രണർ ആണോ? നിങ്ങൾ ബ്രാൻഡഡ് അല്ലാതെ ധരിക്കരുത്. എന്താ ബ്രാൻഡഡ് ധരിച്ചാൽ?
ബ്രാൻഡ് എടുത്താൽ നിങ്ങൾ വില കൂടിയവരാകും. തെറ്റ്, കളവ് ചെയ്യരുത്. ബ്രാൻഡഡ് ധരിക്കാം, ബ്രാൻഡഡ് വാഹനം ഒക്കെ ചെയ്യാം. പക്ഷെ വണ്ടിക്കനുസരിച്ച്, ഫോണിനനുസരിച്ച്, അവനവൻ ഉപയോഗിക്കുന്ന ബ്രാൻഡഡായ ശാരീരികമായ ഡ്രസ്സിനനുസരിച്ചിട്ട് മനുഷ്യന്മാരെ വേർതിരിക്കാന്ന് പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താ അറിയോ? ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നത് പുണ്യല്ല കൂട്ടരെ ആണ്. അടുത്ത നബിയുടെ ഹദീസ് അറിയോ? മൻ ലബിസ തൗബ ശുഹറത്തിൻ ഫിദ് ദുനിയ. ഒരാൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, ഞാൻ ബ്രാൻഡഡാൻ തെളിയിക്കാൻ വേണ്ടി ഇന്റെ സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് എടുക്കുള്ളൂ. ചില ആൾക്കാർ പറയാം ഞാൻ അതേ ധരിക്കുള്ളൂ. ആയിക്കോട്ടെ, അതിനെന്താണ് കൂട്ടരെ? അതിന്റെ പ്രത്യേകത എന്താണ്? ശരി, ഞാൻ 5000 റുപ്യയുടെ ഷർട്ട് ധരിക്കുള്ളൂ. ശരി, ആയിക്കോട്ടെ, അതിനെന്താ? അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവനെ പോലെ എന്നെ കാണണ്ട. അത് ഈ മതത്തിന്ന് പോണം. ഈ മതത്തിൽ 10000 റുപ്യന്റെ ഷർട്ടും 10 റുപ്യക്ക് ഇവിടുന്ന് മീറ്ററിന് കിട്ടുന്ന ഷർട്ട് ഇട്ടവനും വസ്ത്രത്തിന്റെ പേരിലോ, ഫോണിന്റെ പേരിലോ, ഗ്ലാസിന്റെ പേരിലോ, കൊണ്ടന്റെ വണ്ടിന്റെ പേരിലോ ഒരു വ്യത്യാസമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. അത് നമ്മക്കറിയില്ല, അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതുമാണ്. അതുകൊണ്ട് വേർതിരിവ് മനുഷ്യർക്കിടയിൽ പാടില്ല. നബിന്റെ വാക്കെന്തറിയോ? ആൾക്കാരെ കാണിക്കാനും സംഭവമാണെന്ന് വിചാരിക്കാനും ആരെങ്കിലും ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അൽബസഹുല്ലാഹു സൗബൽ മദില്ല, അവൻ അള്ളാഹു നിന്യതയുടെ വസ്ത്രം ഈ ദുനിയാവ് തന്നെ കൊടുക്കും. ഓനമാനം കെടുത്തും. മാത്രല്ല പരലോകത്തവന് നരകത്തിന്റെ വസ്ത്രവും ധരിപ്പിക്കും. സൗളെ ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞെന്തറിയോ? നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്ര വിനയാണ്. അതെന്താന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരോടും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഏറ്റവും മാന്യമായ പെരുമാറ്റം ഉണ്ടാകുക, മനുഷ്യരെ വേർതിരിച്ച് കാണാതിരിക്കുക. അതിൽ വ്യത്യസ്ത കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറിയിൽ പാവപ്പെട്ടവനോട് വേറെ സ്വഭാവം, കട്ടപ്പെണ്ണോട് വേറെ സ്വഭാവം, മുതലാളിമാരോടും ജോലിയുള്ളവരോടും ജോലിയില്ലാത്തവരും, ഇങ്ങനെ ഒരു വേർതിരിവ് പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെതിരാണ്. ഒരൊറ്റ കാര്യം കൂടി, സഹാബാക്കളെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയാ സുഖങ്ങൾ ചെയ്തറിയോ? സഹാബാക്കളെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താ ചെയ്തറിയോ? ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ സംഘത്തിന്റെ കൂടെ പോയ സഹാബാക്കളുടെ കൂടെ പോകാൻ അമീറുൽ മുഅ്മിനീനാണ്. അപ്പൊ ഒരു പുഴങ്ങിലെത്തി. അപ്പം കയ്യിലുള്ള ചെരുപ്പ് അദ്ദേഹം ഇങ്ങനെ കൂട്ടിങ്ങനെ കെട്ടിയിട്ട്, വാറ് കെട്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നടന്നു. കാരണം വെള്ളത്തിലൂടെ അത് ആകരുത് എന്നുള്ളതുകൊണ്ട്, തൊലി കൊണ്ടുള്ള ചെരുപ്പായതുകൊണ്ട്. സഹാബാക്കൾ ചോദിച്ചു, ഒരാൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ സംഘത്തിന്റെ നേതാവാണ്, നിങ്ങൾ ഈ ചെരുപ്പ് ഇങ്ങനെ കയ്യെ പിടിച്ചാണ്ട് ഇങ്ങനെ നടക്കാറുണ്ട്, നിങ്ങൾക്ക് വെള്ളത്തിൽ കൂടെ ഇട്ട നടന്നിട്ട് പിന്നെ രണ്ടാമത് ചെരുപ്പ് ഉണ്ടാക്കിയാൽ മതി, നിങ്ങളൊരു അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വാക്കെന്നറിയോ? മദീനയിൽ നിന്നാണ് നിങ്ങൾ ഇത് പറയണമെങ്കിൽ, ഭരണാധികാരിയായി ഇതിന് ഞാൻ പ്രവാചകൻ പറഞ്ഞ വാക്ക് തിരിച്ചു പറഞ്ഞ് ശിക്ഷിക്കുമായിരുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ ഭരണാധികാരിയാകുമ്പോഴേക്കും എല്ലാത്തിനും മാറി ഞാൻ വേറൊരു മനുഷ്യനായി മാറാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? എങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണ്. ഒറ്റ സംഭവം കൂടി പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റ് കഴിഞ്ഞ ഉടനെ പറഞ്ഞൊരു വാചകമുണ്ട്. നമ്മളെ മനസ്സ് ശരിക്ക് നമ്മൾ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേൾക്കേണ്ട ഒരു വാക്കാണ്. ഇൻ ത്വലിഖ് ബിനാ, ഉമറെ, അബൂബക്കർ റളിയല്ലാഹു പറയട്ടോ, ഉമറെ വാടാ നമുക്ക് ഒന്നിച്ചു പോകാം. എവിടേക്ക്? ഇലാ ഉമ്മു ഐമൻ, ഉമ്മു ഐമന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ആരോ ഉമ്മു ഐമൻ രസങ്ങളെ ഭരണം അബൂബക്കർ റളിയല്ലാഹു ഏറ്റെടുത്തിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഉമറെ നമുക്ക് ഉമ്മു ഐമന്റെ വീട്ടിൽ റളിയല്ലാഹു അൻഹാ പോകാൻ. ആരാ അറിയോ? പ്രവാചകന്റെ വീട്ടിൽ പണി ചെയ്യുന്ന ആള്, സഹോദരി. പ്രവാചകന്റെ വീട്ടിൽ ഭൃത്യ പണി ചെയ്യുന്ന സഹോദരി. പ്രവാചകൻ ഇടക്ക് പോകാറുണ്ട്, സഹായിക്കാറുണ്ട്, കുശലാന്വേഷണം അന്വേഷിക്കാറുണ്ട്, പാവായതുകൊണ്ട് സഹായിക്കാറുണ്ട്. പ്രവാചകൻ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോണ കൂട്ടത്തിൽ ഉമ്മു ഐമന്റെ വീട്ടിൽ കയറാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തിട്ട് പറയാണ്, ഉമറെ റളിയല്ലാഹു അൻഹു, ഉമറെ എടാ നമുക്ക് പോവുക, നബി പാവപ്പെട്ടവരെ സന്ദർശിച്ചില്ലേ, നമുക്കും പോയി സന്ദർശിക്കാം. നമ്മളെ ഇസ്ലാം ഇതാണ്, നമ്മുടെ ദീൻ ഇതാണ്. നമ്മൾ സലാം പറഞ്ഞുകൊടുത്ത് വേർതിരിവുണ്ടായത് കൂട്ടരെ, നമ്മുടെ ജീവിതത്തിൽ ആൾക്കാരെ വേർതിരിവുണ്ട്. നമ്മുടെ മനസ്സിലുണ്ടായത് പടച്ചോ എനിക്ക് കുറച്ച് പൈസയും വാഹനവും സൗകര്യം തരുമ്പോഴേക്കും ബാക്കിയുള്ളവരോട് നമ്മൾക്കൊരു പുച്ഛ മനോഭാവവും ബാക്കിയുള്ളൊരു മോശ മനോഭാവവും. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് എല്ലാവർക്കും അറിയണം. ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ്. എല്ലാവരോടും അള്ളാഹുവിന്റെ വാക്ക്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മനുഷ്യന്മാരോട് മുഖം കൂട്ടി സംസാരിക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹ, ഈ ഭൂമിയിൽ നിങ്ങൾ അഹങ്കാരത്തോടുകൂടി ഒരിക്കലും നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഒരിക്കൽ പോലും കിബറോടുകൂടി
മനുഷ്യന്മാർക്കിടയിൽ വ്യത്യസ്തത കാണിച്ച് ഞാൻ സംഭവമാണ്, ഇന്ന കുടുംബ സംഭവമാണ്, ബാക്കിയുള്ളോലെ പോലെ ഇന്ന കരുതണ്ട, എന്നോട് വേറെ ടൈപ്പിൽ പെരുമാറണം, ഇന്ന വേറെ ആദരവ് കിട്ടണം, ഇന്ന പേര് വന്നിട്ടില്ലെങ്കിൽ ഞാൻ കച്ചറുണ്ടാക്കും, ഇന്ന ആദ്യം വിളിച്ചില്ലെങ്കിൽ ഞാൻ കച്ചറുണ്ടാക്കും, ഇന്ന കല്യാണത്തിന് നേരിട്ട് വന്നിട്ട് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരൂല, ഏതെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ ഒന്ന് ഫോണിൽ കൂടെ വിളിച്ചാൽ ഫോണിൽ കൂടെ വിളിച്ചതിന്റെ പേരിൽ കച്ചറ, വീട്ടിൽ വന്ന് വിളിച്ചാൽ ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നതിന്റെ പേരിൽ കച്ചറ, ഏതെങ്കിലും ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്റെ പേര് മൂന്നാമതാണ് വിളിച്ചത്, ആദ്യം വിളിക്കാത്തതിന്റെ പേരിൽ കച്ചറ. ഇതിന്റെ ഒക്കെ ബേസ് എന്താ കൂട്ടരെ? ഇതിന്റെ ഒക്കെ ബേസ് എന്താ അറിയോ? ഞാൻ ബാക്കിയുള്ളോലെ പോലെയല്ല, ഞാൻ ബാക്കിയുള്ളോലെ പോലെയല്ല, ഞാൻ വേറെയാണ്. ആ ചിന്ത അബൂജഹലിന്റേതാണ്, ആ ചിന്ത ഫിറഔനിന്റേതാണ്, ആ ചിന്ത ഖാറൂനിന്റേതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിൽ കരുതിയത്, എവിടെ വിളിച്ചോട്ടെ, ആര് തഴഞ്ഞോട്ടെ, അള്ളാഹു എന്നെ ഉയർത്തിക്കൊള്ളും. അതാണ് മുസ്ലിം. അവിടേക്ക് നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മുഹറം മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറയാണ്. ഒന്നാമത്തത്, മുഹറം 9-10 ദിവസങ്ങളിൽ നോമ്പ് 10 ഏറ്റവും ശ്രേഷ്ഠം 9 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ നോക്കുമായിരുന്നു എന്നതുകൊണ്ട് സുന്നത്താക്കപ്പെട്ട നോമ്പ്. അഫ്ദലു സിയാം ബഅദ ശഹ്ർ റമളാൻ സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം. റമളാന് ശേഷം സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പാണ് മുഹറം നോമ്പ്. പരമാവധി എല്ലാവരും എടുക്കുക. മക്കളെ കൊണ്ട് ഒരു ദിവസമെങ്കിലും, നമ്മൾ 2 ദിവസമെങ്കിൽ 2 ദിവസം, ഒരു ദിവസമെങ്കിലും എല്ലാവരും എടുക്കാനുള്ള നിയ്യത്തുണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, മുഹറം മാസത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വലിയ അന്ധവിശ്വാസമാണ്. ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമായിട്ട് മറ്റൊരു ഖുത്ബയിൽ നമുക്ക് പറയാം. ഇന്ന് നമ്മൾ ചുരുക്കിയ ഒരു സംഗതി, അള്ളാഹ് മുഹറം എന്ന് പറഞ്ഞ മാസത്തിന് പേര് അള്ളാഹ് കൊടുത്ത് മുഹറം എന്നാണ്. മുഹറം എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട മാസം എന്നാണ്. പവിത്രമാക്കപ്പെട്ട മാസം. ആ മാസം എന്ന് പറഞ്ഞാൽ 1 മുതൽ അവസാനം വരെ പവിത്രമാണ്. അതാണ് അള്ളാഹ് എണ്ണിയത്. ആ മാസത്തെ ആദ്യത്തെ 10 ദിവസം ദുശകുനാണ്, നഹസാണ്, തീറത്താണ് എന്നൊക്കെ പറയുന്ന സംഗതി നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ ഇറങ്ങിയ ശേഷം വ്യാപകമാണ്. നമ്മൾ ചിലപ്പോൾ ഇവിടെ ഖുത്ബ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മളെ ഭാര്യ വീട്ടുകാര്, മരുമക്കള്, മരുമകൻ ആരെയിക്കോട്ടെ, അവരെ വീട്ടുകാർക്ക് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. എന്താ നബിന്റെ വാക്കറിയോ? അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ. നബി 3 വട്ടം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുശകുനം, അപശകുനം എന്നൊരു വിഷയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശിർക്കാണ്. പടച്ചവനിൽ പങ്കു ചേർക്കുന്ന, സ്വർഗം ഹറാമായ കാര്യമാണ്. ആ വിശ്വാസം ഉണ്ടാകരുത്. ദയവേത് പറയാൻ അങ്ങനത്തെ ഒരു വിശ്വാസം 1 മുതൽ 10 വരെ പറ്റൂല. നമ്മൾ വിശദമായിട്ടൊരു തവണ പറഞ്ഞതാണ് ഈ വിശ്വാസം എവിടുന്ന് വന്നതാണ്. ഈ വിശ്വാസം വന്നത് ഷിയാക്കളിൽ നിന്നാണ്. അതിന് ഏറ്റവും ലളിതമായിട്ട്, ഇപ്പൊ പുതിയ കാലാണല്ലോ, വെറുതെ യുവാക്കളെ, പെൺകുട്ടികളൊക്കെ കേൾക്കണം, പെൺകുട്ടികളെ നിങ്ങൾ യൂട്യൂബ് എടുക്കുക. ഞാൻ നിങ്ങൾക്കിത്, കാരണം നിങ്ങളൊരു തലമുറ വളരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മുഹറം മാസങ്ങളെ ക്യാമ്പസിലോ നാട്ടിലൊക്കെ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. മുഹറം മാസം 1 മുതൽ 10 വരെ നഹസായത്, അപശകുനമായത്. അതിന് കാരണം ഷിയാക്കളുടെ വിശ്വാസപ്രകാരം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന മാസാണ്. അപ്പൊ അവര് പ്രഖ്യാപിച്ചു. എന്ത് പ്രഖ്യാപിച്ചെന്നറിയോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ ദിവസം മുസ്ലിമിന് നല്ലത് ചെയ്യാൻ പാടില്ല. ആ ഷിയാക്കൾ അതേ വിശ്വാസം. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ, പാകിസ്ഥാനിൽ, ഇറാനിൽ, ലോകത്തിന്റെ ഷിയാ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ യൂട്യൂബുകളിലോ ഒക്കെ നിങ്ങൾ അടിച്ചാൽ കിട്ടും. കറുത്ത വസ്ത്രം ധരിച്ച് അവർ ഒരു മാസത്തിലെ മുഴുവൻ ദിവസങ്ങളുമാണ്, അതിൽ വിശിഷ്യ ആദ്യത്തെ 10 ദിവസങ്ങൾ കറുത്ത ഡ്രസ്സ് ധരിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നെഞ്ചകത്തടിച്ച് ചില ആളുകൾ, അല്ലെങ്കിൽ വലിയ വിഭാഗം ആളുകൾ കൈകളിൽ ആയുധങ്ങൾ ഏന്തി ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് രക്തം പൊന്ന് ആംബുലൻസുകൾ മുഴുവൻ നിർത്തിയിട്ടുണ്ടാവും. അതിൽ കയറി കൊണ്ട് പലരും മരിക്കുന്നു. അതിന്നാണ് നമ്മുടെ നാട്ടിൽ കുത്തുറാത്തി പറഞ്ഞ സാധനം ഉണ്ടായത്. ഓരോ ഷിയാ വിശ്വാസങ്ങൾ അറിയാതെ കയറി കൂടിയത് നമ്മുടെ നാട്ടിൽ ആയുധം വെച്ചാണ്ട് ശരീരത്തിൽ മുറിവുണ്ടാക്കണല്ലോ. ഈ ഭാഗമാണ് സഹോദരങ്ങളെ. ഇസ്ലാമായിട്ട് ഒരു ബന്ധം പോലുമില്ലാത്ത കൊടിയ പാപമായ ഈ വിശ്വാസം നമ്മുടെ വീടുകളിൽ ഉണ്ട്. വീട് ഉദ്ഘാടനം വെക്കുമ്പോൾ മുഹറം കഴിഞ്ഞോട്ടെ. നമ്മളിൽ പിന്നെ ഒരു വിശ്വാസത്തിന്റെ വിഷയം എന്താ അറിയോ? നമ്മൾ പണ്ടത്തെ ഊക്കൊക്കെ പോയിട്ട് ചൊറ വേണ്ട, അതിന്മേൽ നമ്മളെല്ലാം തീരുന്നു. നമ്മൾ ദീനിന്റെ ബേസ് അതിന്മേൽ തീർന്നു.
ചൊറ വേണ്ട. അതെന്താ ചൊറ വേണ്ട? ശിർക്കൻ വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ കൂട്ടത്തില് 30 ആൾക്കാർ കുടുംബത്തിലുണ്ട് ഇതുപോലെ, 28 ആൾക്കാർക്കും ഈ വിശ്വാസം കൊടിയ ശിർക്കാന്നറിയാം. ഏതെങ്കിലും ആൾ വന്നിട്ട് അതിപ്പോ ഇപ്പൊ ഏതായാലും ഒരു 8 കഴിഞ്ഞോട്ടെ, അപ്പൊ നമ്മളെ കൂട്ടത്തില് മധ്യസ്ഥൻ ചൊറ വേണ്ട. എന്താ ചൊറ വേണ്ട? എന്നായിക്കോട്ടെ, മുഹറം കഴിഞ്ഞോട്ടെ. അതിന്റെ പേരാ ശിർക്കിന് താങ്ങുക. അതിന്റെ പേരാണ് ശിർക്കിന് താങ്ങുക. ചൊറ വേണ്ട. ചൊറ വേണ്ടാന്ന് സ്വത്ത് ഒരിക്കലോടുത്ത് പറയില്ലല്ലോ, ഇല്ലല്ലോ, പറയില്ലല്ലോ. ഏട്ടനും അഞ്ചനും തമ്മിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം 5 പറയാണ്, ഇക്കാക്ക കൊടുത്ത കുറച്ച് കൂടുതലാണ്, 5 സെന്റിക്ക് ഏക്കാക്കാക്ക് ഏറെ കൊടുത്തിരിക്കണം, അതുകൊണ്ട് 2 ആക്കണം. കാക്ക പറയോ ചൊറ വേണ്ട, ഞാൻ 3 അങ്ങോട്ട് കൊടുക്കുന്നില്ല, അവിടെ തന്നെ മരിച്ചാലുടാ, എന്റെ കുട്ടി അനുഭവിച്ചില്ലെങ്കിലും ഇന്റെ കുട്ടി അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ വിട്ടരൂല. അവിടെ ചൊറക്ക് പ്രശ്നമല്ല. ദീനുമക്കാണ് ചൊറ വേണ്ട. ചൊറ വേണ്ട എന്നുള്ള ശിർക്കിന് താങ്ങുകയാണ്. ചോളെ ചെയ്യരുത്. ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജീവിതത്തിൽ 1 സെക്കൻഡ് പോലും അടുപ്പിക്കാത്ത രൂപത്തിൽ വളർത്തന്നെ വേണം. കാരണം നമുക്ക് കിട്ടിയ അത്ര ആവേശത്തിലും മൂക്കിലും ചിലപ്പോൾ ഒരു കിട്ടൂല. ഒരു ഇപ്പോഴേ നമ്മളെ കയ്യിലുണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാലൊക്കെ പോകും പുറത്ത് പഠിക്കാനൊക്കെ. അപ്പം ബാപ്പിയും കൊടുത്ത ഈ ദീൻ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഓർമ്മ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്ത് മുഹറം മാസം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആൾക്കാർ വിശ്വസിക്കുന്നത്? അതിന് ഇസ്ലാമിൽ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്ന ലാ സഫറ ഫിൽ ഇസ്ലാം, നബിന്റെ കാലത്ത് സഫർ മാസത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞതിന് നബി പറഞ്ഞു ലാ സഫറ ഫിൽ ഇസ്ലാം. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമില്ല. സഫർ മാസം ദുശകുനാണ്, സഫർ മാസം യാത്രക്ക് പറ്റാത്തതാണ്, വീട് കൂടാൻ പറ്റാത്തതാണ്, ഗർഭിണിയെ വീട്ടിൽ നിന്ന് വീട്ടിൽ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റാത്തതാണ്, ഗൾഫിക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റാത്തതാണ്, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമായിട്ടൊരു ബന്ധമല്ല. അങ്ങനെ വിശ്വസിക്കണം ഇസ്ലാമക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കുക, കുടുംബത്തെ പഠിപ്പിക്കുക. നമ്മൾക്കിടയിൽ ചർച്ച വരുമ്പം നമ്മൾ പറയാ ഈ വിശ്വാസത്തിന്റെ പേരിൽ മാറ്റിക്കാൻ പാടില്ല. ബാക്കി എന്തായിക്കോട്ടെ, സൗകര്യം എന്നാണ് മുഹറം കഴിഞ്ഞിട്ടാണ് അന്നൊക്കെ ആക്കാം. പക്ഷെ ഈ വിശ്വാസത്തിന്റെ പേരിൽ എല്ലാം കഴിഞ്ഞിക്കണ്, ഇനിയിപ്പോ ഒരു 4 ദിവസം കൂടി കാത്തുന്നാൽ അതിന് നിൽക്കരുത്. അത് നമ്മൾ ശിർക്കിന് വളം വെക്കലാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ നാഥാന്ന് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തെ വിചാരണിൽ നാഥാന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയ, മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് റഹ്മാനായ നാഥ. എല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ, സമ്പത്തിൽ നാഥ ഹലാലായ വർധനവും അതിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾ ഈ ലോകത്ത് ഞങ്ങൾക്ക് കൺകുളിർമയും പരലോകത്ത് ഞങ്ങളുടെ സ്വർഗത്തിന് വേണ്ടി ശുപാർശ പറയുന്ന നല്ല മക്കളാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار.